താങ്കൾ ഏറ്റവും പ്രധാനമായിട്ട് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രവാസി വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയൂന്നി പ്രവർത്തിച്ചിരുന്നു, പ്രത്യേകിച്ച് പ്രവാസികളുടെ യാത്രാ പ്രശ്നം മുതൽ. അപ്പോൾ അതിൽ പ്രവാസികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ താങ്കൾ നേരത്തെ പറയുന്നതാണ് വോട്ടവകാശം എന്നുള്ളത്. അത് ഈ ഘട്ടത്തിൽ സാധ്യമാണോ, അല്ലെങ്കിൽ അതിന് എത്ര ദൂരം കാത്തിരിക്കേണ്ടി വരും? അതിന് കുറച്ചുകൂടി നന്നായി വർക്ക് ചെയ്തെങ്കിലേ അതിന് റിസൾട്ട് വരുള്ളൂ. കാരണം അധികാരികൾ അത് തീരെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് ഇവിടുത്തെ റിസൾട്ടിന് വല്ല ചേഞ്ചസ് വരുമോ? കാരണം വലിയ വലിയ ജനലക്ഷങ്ങളുണ്ട് പ്രവാസ ലോകത്ത്. അപ്പോൾ പ്രവാസി വോട്ടവകാശം വരുമ്പോൾ അത് ഇവിടുത്തെ പല തരത്തിലുള്ള, ഇപ്പോൾ നമ്മളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാ ക്ലേശമാണ് ഏറ്റവും, അതായത് ക്രൂരമായ ഒരു വിനോദം എന്ന് പറയേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിക്ക് 2 കുട്ടികൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും യാത്ര ചെയ്യാൻ കഴിയാത്ത, ഓരോ ഘട്ടത്തിലും 35,000-40,000 രൂപ വരുന്ന ഈ സീസണിൽ വർദ്ധിപ്പിക്കുന്ന ഈ അനീതി. കാരണം പെട്രോളിന് വില കൂടുന്നില്ല, സാലറി കൂടുന്നില്ല, അല്ലെങ്കിൽ പുതിയ വെഹിക്കിളല്ല വരുന്നത്, പുതിയ എയർക്രാഫ്റ്റ് അല്ല വരുന്നത്, എന്നിട്ട് ഇന്നലെ വരെയുള്ള ചാർജ് ഇന്നേക്ക് മാറുന്നതിൻ്റെ ഔചിത്യം അറിയാലോ. ഇതിനൊക്കെ മാറണമെങ്കിൽ നമുക്കൊരു പവർ വേണ്ടേ? ഇവിടുന്ന് ഏതോ കാലഘട്ടത്തിൽ, അതായത് പ്രവാസ ലോകത്ത് പോയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മറ്റെന്തിനേക്കാളും പ്രവാസ ലോകത്തുനിന്ന് വരുന്ന റവന്യൂ ആണ് ഇവിടെ ഏറ്റവും ഗുണകരമായി തീരുന്നത്. അത് മുഖേന വരുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ്. എന്നിട്ടൊക്കെ എന്തുകൊണ്ടോ, അതായത് സൗഹൃദമുള്ള ആളുകളായിരുന്നു അല്ലാത്ത ആളുകളായിരുന്നു അധികാരത്തിൽ വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ നിയമ നടപടിയിൽ കൂടി, ഇപ്പോൾ നമ്മൾ പുതിയ കമ്മിറ്റി വന്നിട്ടേ ഉള്ളൂ, വീണ്ടും ഒന്ന് ചർച്ചക്കല്ലിരുന്ന് നിയമ നടപടിയിൽ കൂടിയായിരുന്നാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. എന്നാലേ കണ്ണ് തുറക്കുകയുള്ളൂ. എന്നിട്ട് പരിഹാരം കാണണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് ലീഗിൻ്റെ ദേശീയ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. പ്രവാസി വോട്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. നേതൃത്വമായി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും പോകും. ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് അക്കാര്യം.